ഒരൊറ്റ രാത്രി ഉണ്ടായ ഉരുൾപൊട്ടൽ ഒരു മനുഷ്യായുസ്സ് മുഴുവൻ ചെലവഴിച്ച് ഉണ്ടാക്കിയെടുത്ത സകലമാന സാധനങ്ങളും നഷ്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്മാരാണ്. നമ്മളിപ്പോഴും അതിജീവനത്തിൻ്റെ പാതയിലാണ് എന്ന് പറയുമ്പോഴും ആ മനുഷ്യന്മാർക്ക് ഒന്ന് കിടന്നുറങ്ങാൻ, സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലൊക്കെ സംശയമാണ്. ഇത്തരത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇത്രയും ദിവസം നിന്ന് വീടുകളിലേക്ക്, ബന്ധുജനങ്ങളുടെ വീടുകളിലേക്കായാലും അതല്ലെങ്കിൽ സർക്കാർ താൽക്കാലികമായി പുനരധിവസിക്കുന്ന വീടുകളിലേക്കായാലും ഒക്കെ മാറിപ്പോകുന്ന ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയമാണ്. നമ്മളുടെയൊക്കെ ഒരു വീട് എന്ന് പറയുന്നത് ഒരു കെട്ടിടം മാത്രമല്ലല്ലോ. നമുക്കൊരു വീട് എന്ന് പറയുന്നത് നമ്മുടെ എന്തൊക്കെ ഓർമ്മകൾ ആ ഒരു വീട്ടിലുണ്ടാവും. തിരിച്ച് ലോകത്ത് എവിടെയാണെങ്കിലും തിരിച്ച് വീടുകളിലേക്ക് ചെല്ലുന്ന, നമ്മുടെ റൂമിൽ കിടന്നുറങ്ങുന്നത്, നമ്മളുടെ കട്ടിൽ കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു സുഖം അത് നമ്മളെല്ലാവരും അനുഭവിക്കുന്നവരാണ്. അത്തരത്തിൽ ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കുന്നവരുടെ ഇടയിലേക്കാണ് ഇടുത്തിയായിട്ട് ഇത്തരം സർക്കാർ ധനസഹായങ്ങൾ, വായ്പാ തിരിച്ചടവ് എന്ന രീതിയിൽ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ ഒരു 5 പൈസ പോലും നമുക്ക് വയനാട് ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടില്ല. പോട്ടെ, ദേശീയ ദുരന്തമായി പോലും പ്രഖ്യാപിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു 5 പൈസ പോലും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ദേശസാൽകൃത ബാങ്കുകൾ ഇത്തരത്തിൽ മനുഷ്യന്മാരുടെ പൈസ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള നടപടികളിലൂടെ കേന്ദ്ര സർക്കാർ പോകുന്നത്. നമ്മുടെ കേന്ദ്രമന്ത്രിമാരൊന്നും മിണ്ടുന്നില്ല ഒരു കാര്യത്തിലും. വയനാടിനെ കുറിച്ച് സംസാരിക്കേണ്ടവർ, കേന്ദ്രത്തിൽ പോയി വയനാടിന് വേണ്ടി സംസാരിക്കേണ്ടവർ മിണ്ടുന്നില്ലാത്ത ഒരു അവസ്ഥ കൂടിയാണിത്. കേരള സർക്കാരിനെ ഏത് രീതിയിൽ ഇത്തരത്തിൽ ദ്രോഹിക്കാൻ പറ്റുമോ അത്തരത്തിൽ ദ്രോഹിക്കാൻ കൂടെയുള്ള നടപടികളാണ് ഈ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് കൂടെ ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ ഈ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നായാലും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാലും കൃത്യമായി അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടിട്ടുണ്ട്. ഇന്ന് ബാങ്കേഴ്സുമായിട്ട് മീറ്റിംഗ് നടക്കുന്നു. ഇന്നലെ ജില്ലാ കളക്ടർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി ജില്ലാ കളക്ടർ എടുത്ത ഒരു നടപടിയുണ്ട്. ആ നടപടി വിശദമാക്കുന്ന റിപ്പോർട്ട് കൂടെ കണ്ടുവരാം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സർക്കാർ നൽകിയ സാമ്പത്തിക സഹായത്തിൽ നിന്നും ദേശസാൽകൃത ബാങ്കുകൾ വായ്പാ തിരിച്ചടവിന്റെ ഗഡുപിടിച്ചത് തിരിച്ചു നൽകാനാണ് വയനാട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അതിവേഗ ധനസഹായ വിതരണം നിരവധി പേർക്ക് ലഭിച്ചിരുന്നു. ഇതിൽ നിന്നും ചില ബാങ്കുകൾ വായ്പയുടെ തുകകൾ ഈടാക്കിയതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ നടപടിയെടുത്തത്. ദുരിതബാധിതർക്ക് അടിയന്തര ധനസഹായം കൈമാറിയതിൽ നിന്നും ചില ബാങ്കുകൾ വായ്പ പിടിച്ചതായി CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MLAയുമായ CK ശശീന്ദ്രൻ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി വയനാട് ജില്ലാ കളക്ടറോട് അന്വേഷിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അതിവേഗം അന്വേഷണം നടത്തി കളക്ടർ റിപ്പോർട്ട് നൽകി. തൊട്ടുപിന്നാലെ തുക തിരിച്ചു നൽകാനുള്ള ഉത്തരവുമിറങ്ങി. ദുരന്തബാധിതർക്ക് അനുവദിച്ച തുകയിൽ നിന്ന് തിരിച്ചടവുകൾ ബാങ്കുകൾ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു നൽകാൻ കളക്ടർ DR മേഘശ്രീ ഉത്തരവിട്ടു. ഉരുൾപൊട്ടിയ ജൂലൈ 30-ന് ശേഷം ദുരന്തബാധിതരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ തുക കുറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു നൽകണമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കി. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലുള്ളവർക്കായാണ് ആശ്വാസ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കേരള ബാങ്ക് ദുരിതബാധിതരുടെ മുഴുവൻ വായ്പയും എഴുതിത്തള്ളി മാതൃകയായപ്പോഴാണ് ദേശസാൽകൃത ബാങ്കുകളുടെ ദ്രോഹ നടപടി. കൈരളി ന്യൂസ്, വയനാട്.